അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഫൈസൽ മുസ്ലിയാറല്ലേ? ഇത് ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും കായക്കൊടിയും തമ്മിലൊരു എന്തോ സംവാദം നടക്കുന്നത് കേട്ട് ഇപ്പം നിങ്ങൾ ഒഴിഞ്ഞു മാറിയെന്ന് ഇല്ല ഒരു ടെക്സ്റ്റ് കാണുന്നുണ്ടല്ലോ പല ഗ്രൂപ്പുകളിലും. അത് ശരി തന്നെയാണോ? അല്ല അത് ഒരു കിംവദന്തിയാ? അല്ല ഒഴിഞ്ഞു മാറാൻ കാരണം എന്തോന്ന് ഒന്ന് പറയണം പ്ലീസ്. അള്ളാഹുലും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ സംവാദമുള്ളത് പറഞ്ഞിട്ടില്ല, ഒഴിഞ്ഞു മാറി പറഞ്ഞിട്ടില്ല. കായക്കൊണ്ട് ചോദിച്ചോക്കി എന്താ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചേളാരിക്കടുത്ത് ഒരു സംവാദത്തിന് വേദി ഒരുങ്ങുന്നു എന്ന് വിസ്റ്റവും കേരള നദുവത്തുൽ മുജാഹിദീനും തമ്മിലൊരു സംവാദത്തിന് വേദി ഒരുങ്ങുന്നു എന്ന് കേട്ടപ്പോൾ അതിയായി സന്തോഷിക്കുകയുണ്ടായി. പക്ഷേ വിസ്റ്റത്തിൽ പ്രവർത്തിച്ചവന് എന്നുള്ള നിലക്ക് അറിയാമായിരുന്നു ഫൈസൽ മുസ്ലിയാരും മാലിക് സലഫിയും ആ സംവാദ വ്യവസ്ഥയ്ക്ക് വരൂല. കാരണം സംവാദത്തിൻ്റെ മികവ് അനീഫ് കായക്കൊടിയുടേത് എത്രയാണ് എന്ന് നന്നായി അനുഭവിച്ചറിഞ്ഞവരാണ് ഫൈസൽ മുസ്ലിയാർ. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിലായിരുന്നപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുമായും നൗഷാദ് ഹസനിയുമായും സംവാദം നടത്തുന്നത് കണ്ട് രോമാഞ്ചം കൊണ്ട് വേദിയിലും സദസ്യരും ഇരുന്ന് ഉറഞ്ഞ് അനീഫ് കായക്കൊടിക്ക് അനുകൂലമായി ഉറഞ്ഞു തുള്ളിയിരുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ ആവുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറി ആ പ്രദേശത്തുള്ള ആൾ തന്നെ സംവാദവും വ്യവസ്ഥയും ഒക്കെ നടത്തിക്കോളും, വിസ്റ്റത്തിൻ്റെ ഭാഗത്ത് ഞങ്ങളാരും വരില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ ഒരാൾ വിളിച്ചപ്പോൾ പച്ചയായിട്ട് അദ്ദേഹം പച്ചക്കളവ് പറയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. എത്രയോ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ദീനി വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. പച്ചയായിട്ട് അദ്ദേഹം പറയാണ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എത്ര കാലം ഇത് പിടിച്ചു നിൽക്കുങ്ങൾ? കയ്യിലൊരു ആദർശം ഉണ്ടെങ്കിൽ, ആ ആദർശത്തിന് പ്രമാണത്തിൻ്റെ പിൻബലമുണ്ട് എങ്കിൽ എന്തെങ്ങൾ ഭയപ്പെടുന്നത്? ആരെയാണ് ഭയപ്പെടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പ്രവർത്തനം? ഇതൊക്കെ അവസാനിക്കൂലേ? ഈ ദുനിയാവിൽ റബ്ബ് തന്ന സൗഭാഗ്യങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ പോകൂലേ? വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. ഒറ്റക്കൊറ്റക്ക് നാളെ റബ്ബിന്റെ വിചാരണയെ നമ്മൾ നേരിടണ്ടേ? അതൊന്നുമല്ല രസം. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇദ്ദേഹത്തിന്റെ കൂടെ അനുയായികളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് നൽകാൻ ഉദ്ദേശിച്ചാൽ മാത്രമേ അദ്ദേഹം ഹിദായത്തിൽ പ്രവേശിക്കുള്ളൂ. നമ്മൾ എത്ര കെണിഞ്ഞു പരിശ്രമിച്ചിട്ടും കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനെ മാറ്റാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഒരുപാട് ആളുകൾ സത്യമറിയാതെ അവിടെ നിൽക്കുന്നുണ്ട്, ആ വിസ്റ്റം കൂടാരത്തിലുണ്ട്. അള്ളാഹു അവർക്ക് യഥാർത്ഥമായ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.